ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തിരുവനന്തപുരം വന്നു. അവിടെ വരാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ കിടക്കുന്ന വാഹനം കണ്ടോ. ഇത് ബഡാ ദോസ്താണ്, അശോക് ലൈലാൻഡിൻ്റെ ബഡാ ദോസ്താണ്. ഇത് ബഡാ ദോസ്തിന് തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറേ പ്രത്യേകതകളൊക്കെ വരുന്ന വാഹനമാണ്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെമ്പായം എന്നൊരു സ്ഥലം വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അപ്പം വെമ്പായത്ത് നിന്ന് TVM റോഡിലേക്ക് നമ്മൾ അതായത് തിരുവനന്തപുരം റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കന്യാകുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വെമ്പായത്തിൻ്റെയും കന്യാകുളങ്ങര എന്ന് പറയുന്നതിൻ്റെയും സ്ഥലത്തിനും ഇടയിലായിട്ടാണ് നമ്മളാണ് ഈ കാണുന്ന ഈ ഒരു ക്യാപിറ്റൽ ട്രക്സിൻ്റെ ഈ ഒരു ലൈലൻഡിൻ്റെ ഷോറൂം നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. DKH ഗ്രൂപ്പിൻ്റെതാണ് ഈ ഒരു ഷോറൂം വരുന്നത്. DKH അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഡീലർഷിപ്പിൻ്റെ പേര് വന്നിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്ത് കാണാം, ക്യാപിറ്റൽ ട്രക്സ് എന്നാണ് ഡീലർഷിപ്പിൻ്റെ പേര് നമുക്ക് വരുന്നത്. ലൈലൻഡ് ഡീലർഷിപ്പാണ്. അപ്പോൾ പുറകിൽ തന്നെ നമുക്ക് സർവീസ് സെൻറ്ററും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നതാണ് ഈ കിടക്കുന്ന വാഹനമാണ്. ഈ ഒരു ബഡാ ദോസ്താണ്. അത്യാവശ്യം ഫീച്ചേഴ്സും അത്യാവശ്യം പ്രത്യേകതകളും ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഈ ഒരു ബഡാ ദോസിൽ തന്നെ ഒരു 2-3 വേരിയൻസ് നമുക്ക് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വലിപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വാഹനത്തിൻ്റെത് ബഡാ ദോസ്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ തന്നെ ഒരു 2-3 വേരിയൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് i3+ എന്നതാണ് ആദ്യത്തെ വേരിയൻറ്റ്. അതിന് ഏകദേശം ഒരു 1350 കിലോയാണ് പേലോഡ് നമുക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് i4 എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 1850 കിലോയാണ് പേലോഡ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കും, ഇത് i5 എന്നതാണ്. ഇതിപ്പോൾ എനിക്കൊന്ന് മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം ഒരു 4 മാസം 5 മാസത്തോളമാണ് നിലവിൽ ആയേക്കുന്നത്. 2125 കിലോയാണ് ഈ വാഹനത്തിൻ്റെ പേലോഡ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പേലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് 2125 കിലോ പേലോഡ് പറയുന്ന സമയത്ത് അത് ലീഗലി ഉള്ള ലോഡാണ് ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് പറയുന്നത്. എന്നാൽ അത്രയൊന്നും അല്ല ആരും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 2000 കിലോ വെച്ചിട്ട് ഇത്രയും വലിയ വാഹനം നമുക്ക് ഓടി മുതലാക്കാനൊന്നും പറ്റില്ല. എങ്ങനെ പോലെ എനിക്കൊന്നൊരു 4-4.5 ടണ്ണൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ഫ്രണ്ടിൽ പാരബോളിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. 3 ലീഫാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സംസാരിക്കാം. ടയർ സൈസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ലുക്ക് വൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇത് ബ്ലൂ കളറാണ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന 1-2 പോയിന്റ്സ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമേറെ ബമ്പർ യൂണിറ്റ് ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നത് ഒരു ബ്ലാക്ക് കളർ തീമിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അവിടെ ഫോഗിലാം യൂണിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വരുന്നില്ല. അശോക് ലൈലൻഡിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ആ ഒരു ലൈലൻഡിൻ്റെ ലോഗോയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. ഗ്ലാസ് ഏരിയ അത്യാവശ്യം വലിപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റോഡ് പ്രസൻസ് നമുക്ക് കിട്ടും. വൈപ്പറൊക്കെ അത്യാവശ്യം വലിപ്പത്തിലും ഡുവൽ വൈപ്പർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹെഡ്ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നോർമലി പിന്നെ ഹാലജൻ ടൈപ്പ് തന്നെയാണ് ഹെഡ്ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. അവിടെ നമുക്ക് പ്രൊട്ടക്റ്റീവ് ഹെഡ്ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിനോട് ചേർന്ന് തന്നെ ടേൺ ഇൻഡിക്കേറ്റർ കമ്പനി പ്ലേസ് ചെയ്തു. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടില്ല. അപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു വലിപ്പവും ആ ഒരു മസ്കുലാർ ഫീലും ആ ഒരു റോഡ് പ്രസൻസ് തന്നെയാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ സൈഡ് പ്രൊഫൈൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കണ്ട ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് i5 എന്നൊരു ബ്രാൻഡിങ് അവർ നൽകിയിട്ടുള്ളത് കാണാം. ഇതിപ്പോൾ ഇതിൻ്റെ ടോപ്പ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതായത് AC സെൻട്രലൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ തന്നെ non-AC മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് AC മോഡൽ വേണ്ട എങ്കിൽ non-AC മോഡൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 വാഹനങ്ങൾ തമ്മിൽ കുറച്ച് പ്രൈസിനകത്ത് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ കൂടുതൽ EMI ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ EMIയിലേക്ക് പോകുന്ന സമയത്ത് AC മോഡൽ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയൊരു എമൗണ്ടിൻ്റെ മന്ത്ലി EMIയിൽ വ്യത്യാസം ചിലപ്പോൾ ഒരു 100-200 രൂപയായിരിക്കും ആകെ ആ ഒരു വ്യത്യാസം EMIയിൽ വരാനായിട്ട് പോകുന്നത്. ടേൺ ഇൻഡിക്കേറ്ററൊക്കെ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. ഇതിൻ്റെ ടയറിലേക്ക് വരുന്ന സമയത്ത് അപ്പോളോ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തത്. പിന്നെ ഒരു പ്രത്യേകത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ഇത് ട്യൂബ്ലെസ് അല്ല ടയർ വരുന്നത്, ട്യൂബ് ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തത്. കാര്യം ഇത് കൂടുതൽ ഹെവി വെഹിക്കിളാണ്. അപ്പോൾ ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ട്യൂബ്ലെസ് ടയർ നമുക്ക് അത്ര എന്താ പറയുക പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ പല കസ്റ്റമേഴ്സും ഞാൻ പല കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന കസ്റ്റമർ സംസാരിച്ച സമയത്ത് പലരും ഇപ്പോൾ ട്യൂബ്ലെസ് ടയർ ഉള്ള വാഹനം എടുത്ത കസ്റ്റമർ പലരും ട്യൂബ് ഇട്ടിട്ടാണ് വാഹനം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ കമ്പനിയിൽ നിന്ന് തന്നെ ട്യൂബുള്ള ടയർ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഫ്രണ്ടിൽ പാരബോളിക്കാണ് സബ്സിഡി നൽകിയിട്ടുള്ളത്. 3 ലീഫാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ഗാർഡും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനൊരു ഡെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 9.8 അടിയാണ് ഈ ഒരു ഡെക്കിൻ്റെ ലെങ്ത് വരുന്നത്. അത് നല്ലൊരു ലെങ്ത് ആണ്. ഏകദേശം 10 അടിയോടെ ലെങ്ത് ഈ ഒരു ഡെക്കിന് അവൈലബിൾ ആണ്. 5.9 അടി വീതിയും നമുക്ക് ഈ ഒരു ഡെക്കിന് നമുക്ക് വരുന്നുണ്ട്.
ഇപ്പോൾ ഷോറൂമിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാലാണ് ഇനാഗുറേഷൻ വരുന്നത്. അപ്പം അത്യാവശ്യം ജോലിക്കാരൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാലും അവിടെ അത്യാവശ്യം പണിയൊക്കെ നടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ച് വാഹനങ്ങളൊക്കെ അവിടെ ലോഡ് കിടക്കുന്നതായിട്ടും കാണാം. അപ്പോൾ അതുകൊണ്ട് സർവീസ് എന്നൊരു ബോർഡ് കൂടി അവിടെ നൽകിയിട്ടുണ്ട്. അപ്പം സർവീസ് സെൻറ്റർ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്താണ് ഇത് ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ നിങ്ങൾ ചിന്തിക്കും. അത് പണി നടക്കുന്നു, കാര്യം തൊട്ടടുത്ത ദിവസമാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ വരുന്നത്. അപ്പോൾ അത് നമുക്ക് വിടാം. അപ്പോൾ ഡെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഏകദേശം 9.8 അടി നീളവും 5.9 അടി വീതിയും നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ഡെക്കും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് കൊണ്ടുപോയി രണ്ടാമത് പണിയാണ്. ബോഡി പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റിയർ പോർഷനിലേക്ക് വരാം. അപ്പോൾ ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 15 ഇഞ്ചാണ് ടയർ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസർ നൽകിയിട്ടുണ്ട്. LED ഒന്നുമല്ല, ടെയിൽ ലാമ്പ് യൂണിറ്റ്, നോർമൽ ഹാലജൻ ടൈപ്പ് തന്നെയാണ്. ഒരു ബമ്പർ യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്. സ്പെയർ ടയർ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതും കാണാം. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിൽ പറയാനായിട്ട്. അശോക് ലൈലൻഡിൻ്റെ ഒരു ബ്രാൻഡിങ് കൂടി അവർ പ്ലേസ് ചെയ്തു റിയർ പ്രൊഫൈലിൽ. അപ്പം ഇതായിട്ട് അകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തൊട്ടടുത്ത ദിവസം നമ്മൾ വന്ന് എനിക്കൊന്ന് അടുത്ത ദിവസം തന്നെ ഇനാഗുറേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ ലൈലൻഡിൻ്റെ വാഹനത്തിൻ്റെ ഈ തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ, പുതിയതെടുക്കണമെന്നുണ്ടെങ്കിലും സർവീസിനായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അകത്തേക്ക് കയറണം. അപ്പോൾ എനിക്കത് വീരോയിൽ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് മഹേന്ദ്രയുടെ. അപ്പോൾ ഞാൻ സത്യത്തിൽ വീരോ ഇതൊരു വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു സെൻട്രൽ ലോക്ക് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. വീരോയുടെ വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോഴാണ് അവർ വന്ന് വീരോയിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെൻട്രൽ ലോക്ക് ആണ്. 2 കീയാണ് വരുന്നത്. അതിലൊരു കീയിലാണ് സെൻട്രൽ ലോക്ക് അവർ നൽകിയിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ലോക്കായി കഴിഞ്ഞാൽ കണ്ടോ, കാറൊക്കെ പോലെ തന്നെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോർ പാഡിൽ സ്റ്റോറേജ് സ്പേസൊക്കെ അവർ ശകലം നൽകി. ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്നുണ്ട്. പവറിൻ്റെ വരില്ല, മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ AC ഒക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്ലാസ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഗ്ലാസ് താത്തിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ അവർ നൽകി. വലിപ്പമേറിയ ഗ്ലാസ് ഏരിയയുമാണ് വാഹനത്തിൽ അവർ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ വലിയ പാടൊന്നുമില്ല. ഇവിടെ ഗ്രാഫ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഓക്കെ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു കയറ്റത്ത് കിടക്കുവാണ്, എന്നാലും ഡോറ് അടഞ്ഞു വരുന്നത്. ഞാൻ വിചാരിച്ചതാണ് ഡോറിന് അടഞ്ഞു വരുമെന്ന്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഡോറ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റുകയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ചാരി കിടക്കണമെങ്കിൽ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് ഈ ഒരു ഓപ്ഷനും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സീറ്റിൽ വരുന്നത്. സ്റ്റിയറിംഗിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കിക്കോട്ടെ. സ്റ്റിയറിംഗിന് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. ഹെഡ്ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ജസ്റ്റ് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല ഈ വാഹനത്തിൽ വരുന്നത്. നോർമൽ ഇത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പെർഫെക്റ്റ് തന്നെയാണ്. വളരെ ലൈറ്റായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതും പെർഫെക്റ്റ് ആണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് കുറ്റങ്ങളോ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അപ്പം ഇതിന് അകത്തേക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഇപ്പം കാറ് വെക്കേണ്ടത് ഇതിന് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യില്ല കേട്ടോ. അത്രയും ഫീച്ചേഴ്സോ അത്രയും ഭംഗിയൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് നൽകാറില്ല. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഈ വാഹനത്തിന് വരുന്നില്ല. സ്റ്റിയറിംഗ് ഒക്കെ ഓൾറെഡി ഞാൻ കാണിച്ചു. അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. അത്യാവശ്യം സ്ലിമ്മുമാണ് ഈ ഒരു സ്റ്റിയറിംഗിൽ. ജസ്റ്റ് ഞാൻ ക്ലസ്റ്റർ യൂണിറ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ വ്യൂ എന്നുള്ളത്. ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ വാഹനത്തിലെ ക്ലസ്റ്റർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റലായിട്ട് വരുന്ന ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. ഫുള്ളി ഒരു ഡാർക്ക് തീമിലാണ് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കമ്പനി നൽകിയത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. AC വെൻസ് ഒക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. AC കൺട്രോൾസും കാര്യങ്ങളും ഇവിടെ ആയിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗിയർ ലിവർ ഇരിക്കുന്നത് നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിൽ തന്നെയാണ് ഗിയർ ലിവർ ഇരിക്കുന്നത്. അപ്പം 2 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഡ്രൈവർ കൂടാതെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സീറ്റിംഗ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു രീതിയിൽ അവർ നൽകിയിട്ടുള്ളത്. ചാർജിങ് 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് അവിടെ പ്ലേസ് ചെയ്ത് കാണാം. സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യമുണ്ട്. ഇവിടെ ആയിട്ടൊരു സ്പേസ് അവർ നൽകി, കുഴപ്പമില്ല. താഴ്ഭാഗത്തായിട്ടും ശകലം സ്പേസ് അവർ നൽകിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കൂടി അതിന് വരുന്നുണ്ട്. താഴ്ഭാഗത്തൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. ടോപ്പിലൊരു ലൈറ്റ് അവർ പ്ലേസ് ചെയ്ത് LED ആണ് ലൈറ്റ് വരുന്നത്. സൺ ബ്ലൈൻഡിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. മിറർ വരുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാക്ക് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താഴ്ഭാഗത്തൊക്കെ മാറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. കവറിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയാനായിട്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടി വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു ദോസ്ത്, അതായത് ഈ ഒരു ബെഡാ ദോസ്ത് എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോൾ ലൈലൻഡിൻ്റെ വാഹനമാണല്ലോ. അപ്പോൾ ലൈലൻഡിൻ്റെ വാഹനത്തിന് ഒരിക്കലും സർവീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും അന്വേഷിക്കാറില്ല. അപ്പോൾ ചില ബ്രാൻഡ്സിനെയൊക്കെ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് പലരും ചോദിക്കും അതിന് വലിവുണ്ടോ, അല്ലെങ്കിൽ അതിന് ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരുമോ. അപ്പോൾ ഓൾറെഡി ഇതിന് 5 വർഷത്തെ വാറണ്ടി നമുക്ക് വരുന്നുണ്ട്.
അപ്പോൾ 5 വർഷം വാറണ്ടിയോട് കൂടി വളരെ കംഫർട്ടായിട്ടുള്ളതും മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ വാഹനം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ അതായത് ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. ലൊക്കേഷൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് വെമ്പായം ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. സർവീസും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.